ഈ കെട്ടിടത്തിന് നമ്പർ ഇട്ടതിനകത്ത് സംസാരിക്കാൻ വിളിക്കുമ്പോൾ നിങ്ങൾ മാത്രം സംസാരിക്കാം. മന്ത്രി പറയും, ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ സംസാരിക്കണം. ഇവിടെ പോലീസിന് എയ്ഡ് പോസ്റ്റ് ഇല്ല, പിക് പോക്കറ്റും കഞ്ചാവാണ് ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളാണ്. ഇപ്പോഴാണ് നിങ്ങൾ AC റൂം ഉദ്ഘാടനം ചെയ്യുന്നത്. AC റൂം ഉദ്ഘാടനം ചെയ്ത് ഫീഡിംഗ് റൂം അതിനകത്തുണ്ട്. പിന്നെ സർവീസ് അല്ലേ, സാധാരണക്കാർക്ക് കയറാൻ പറ്റുമോ? 5 വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് റൂം എന്താ തുറക്കാത്തത്? ബസ്സുകൾ മുഴുവൻ റോഡിലാണ് പാർക്ക് ചെയ്യുന്നത്. ഈ കെട്ടിടത്തിന് നമ്പർ ഇട്ടതിനകത്ത് അനധികൃത കച്ചവടം നടക്കാണ്. പാർക്കിങ്ങിന് ടെൻഡർ ചെയ്തിട്ട് മുഴുവൻ അനധികൃത. അതിനെങ്ങനെ നമ്പർ കൊടുക്കാൻ പറ്റുക? ഈ ഒരു നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുനിസിപ്പാലിറ്റി. അവർക്ക് ഇല്ലല്ല, മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടില്ല, അവർ കോടതിയിൽ ചെയ്തിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റി സ്റ്റോപ്പ് മെമ്മോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മുനിസിപ്പാലിറ്റി സ്റ്റോപ്പ് മെമ്മോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ നിങ്ങളെ സംസാരിക്കാൻ വിളിക്കുമ്പോൾ നിങ്ങൾ മാത്രം സംസാരിക്കാം. മന്ത്രി പറയും, ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ സംസാരിക്കണം. അവർക്ക് ടെമ്പററി നമ്പർ ഇട്ട് കൊടുത്ത മുനിസിപ്പാലിറ്റിയാണ്, കോടതിയല്ല. ഈ കെട്ടിടത്തിന് നമ്പർ ഇട്ടാത്ത മുനിസിപ്പാലിറ്റിയാണ്. നിങ്ങൾ മുനിസിപ്പൽ ചെയർമാനോട് വയലേഷനും ഇല്ല, ഇവർ അവിടെ ഇരിക്കുന്നുള്ള കാരണം പറഞ്ഞാണ് തരാത്തതെന്ന് മുനിസിപ്പൽ ചെയർമാൻ എന്നോട് പറഞ്ഞു. മുനിസിപ്പൽ ചെയർമാനെ വിളിക്കുമ്പോൾ എന്നോട് മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞു ഇവരെ മാറ്റാതെ നമ്പർ ഇട്ട് തരില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്, ഇവരെ ഒഴിഞ്ഞു കൊടുക്കാതെ മുനിസിപ്പാലിറ്റി നമ്പർ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. കോടതി ഇവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞ അമ്മര് കാശ് വാങ്ങിക്കുന്നില്ല. മറുപടി ഞാൻ ചോദിട്ടെ, ഇവിടുത്തെ MP ആണ്, അതെ, പല രാഷ്ട്രീയ പാർട്ടിക്കാരും